നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള ഘോഷയാത്രാപർവം എന്ന് പറയുന്ന കഥാഭാഗം നമ്മളിന്നിവിടെ ആരംഭിക്കുകയാണ്. ഇന്നലെ നമ്മൾ കേട്ടത് മഹാഭാരതത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഉപാധ്യായങ്ങളിലൊന്നായ പാഞ്ചാലി സത്യഭാമ സംവാദം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ്. അത് കേൾക്കണമെന്നുള്ളവരെ കഴിഞ്ഞ ഒരു വീഡിയോ അതിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ കേൾക്കുക. അപ്പോൾ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ആവർത്തിച്ചതാണ്. എന്നാലും ഇടയ്ക്കാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കഥന രീതി ഇങ്ങനെ പോകുന്നതെന്ന് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം. കാരണം ഞാനീ പറയുന്നത് വ്യാസഭഗവാൻ എഴുതിയ 1,20,000-ൽ പരം ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് പൂർണ്ണമായിട്ടും ഗദ്യമായിട്ട് വിവർത്തനം ചെയ്തത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം 3 വർഷത്തെ ഭഗീരഥ പ്രയത്നം ചെയ്തിട്ടാണ് ആ സംസ്കൃത ശ്ലോകങ്ങളെ മുഴുവനും മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് തർജ്ജിമ ചെയ്തത്. അപ്പോൾ അത് ആദ്യം 40 വാല്യങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് DC ബുക്സ് അത് ഏറ്റെടുക്കുകയും 6 വാല്യങ്ങളായിട്ട് ഇറക്കുകയും ചെയ്തു. അപ്പോൾ ആ പുസ്തകത്തിൽ എങ്ങനെയാണോ കഥകൾ ഉള്ളത് അതേ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും ഞാൻ അതിലേക്ക് ഇടുന്നില്ല. അതിൽ നിന്നുള്ള ഒരു കാര്യത്തിലും ചെറിയൊരു മാറ്റം പോലും വരുത്താതെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം യഥാർത്ഥത്തിലുള്ള മഹാഭാരതം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളൊരു നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ഘോഷയാത്രാപർവം എന്ന് പറയുന്ന ഭാഗം ആരംഭിക്കുകയാണ്. ജനമേജയൻ വീണ്ടും വൈശമ്പായനോട് ചോദിക്കുകയാണ്, ഭവാനെ, മാർക്കണ്ഡേയ മഹർഷി വന്നു പോയതിന് ശേഷം പാണ്ഡവർ പിന്നെ എന്താണ് ചെയ്തത്? അവർ കാന്താര സരസിന് അടുത്തതിന് ശേഷം എന്താണ് അവർ ചെയ്തത്? അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈശമ്പായനൻ ആ കഥകളെല്ലാം വിശദമായിട്ട് പറയുകയാണ്. കാന്താര എന്ന് പറയുന്ന വലിയ സരസിൻ്റെ അടുത്ത് ചെന്ന പാണ്ഡവർ അവിടെ താമസിക്കുവാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അപ്പം പാണ്ഡവർ എവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ സജ്ജനങ്ങളും ബ്രാഹ്മണരും പാണ്ഡവരോടൊപ്പം പാർക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്നുണ്ടായിരുന്നു. അവർ കഥാകഥനങ്ങളും പൂജകളും യജ്ഞങ്ങളും ഒക്കെ ആയിട്ട് പാണ്ഡവരോടൊപ്പം കഴിയാൻ വേണ്ടി കൊതിച്ചിട്ടാണ് വന്നിരുന്നത്. അങ്ങനെ അവിടെ വലിയൊരു ജനക്കൂട്ടം തന്നെ പാണ്ഡവരോടൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ ഒരു ദിവസം ധൃതരാഷ്ട്രരുടെ സഭയിലേക്ക് കഥകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വളരെ താല്പര്യമുള്ള ഒരു ബ്രാഹ്മണൻ അവിടെ എത്തിച്ചേർന്നു. ആ സമയത്ത് ബ്രാഹ്മണനോട് കുശലാന്വേഷണം ധൃതരാഷ്ട്രർ നടത്തുന്ന സമയത്ത് പാണ്ഡവരെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ ബ്രാഹ്മണൻ കാട്ടിൽ പാണ്ഡവർ കഴിയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം ധൃതരാഷ്ട്രരുടെ അടുത്ത് ആ ബ്രാഹ്മണൻ വളരെ വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ധർമ്മപുത്രരും ഭീമനും അർജുനനും നകുല സഹദേവന്മാരും കാട്ടിൽ വെറുനിലത്താണ് കിടക്കുന്നത്. അവരോടൊപ്പം ദ്രൗപദിയും വെറുനിലത്താണ് അവിടെ കിടന്നുകൊണ്ടിരിക്കുന്നത്. അവർ കാറ്റും വെയിലുമൊക്കെ ഏറ്റിട്ട് അവരെല്ലാം ശരീരം വളരെയധികം ക്ഷീണിച്ചു പോയിരിക്കുകയാണ്. എല്ലാവരും വളരെ പ്രാകൃത വേഷത്തിലാണ് കാട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ് ഭവാനെ എന്ന് ആ ബ്രാഹ്മണൻ ധൃതരാഷ്ട്രരോട് ഉണർത്തിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർക്ക് അതിഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ടായെന്നാണ്. ഇങ്ങനെയാണ് ധൃതരാഷ്ട്രരുടെ മനസ്സ്. എങ്ങനെയാണ് അത് ഒരിടത്ത് ഉറച്ചു നിൽക്കാത്ത ഒരു മനസ്സാണ്. മകനോടുള്ള വാത്സല്യം കൂടുമ്പോൾ ധർമ്മചിന്തകളെല്ലാം പോവുകയും എന്നാൽ ധർമ്മമുള്ളിലുണ്ട്, അത് ഒട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യമില്ലാത്ത ഒരവസ്ഥയിലുമാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ ആ രാജകൊട്ടാരത്തിലെ രാജസദസ്സിൽ ഇരുന്നുകൊണ്ട് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ധൃതരാഷ്ട്രരെ വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ധർമ്മപുത്രർ ഇവിടെ കൊട്ടാരത്തിലായിരുന്ന സമയത്ത് മൃദുവായിട്ടുള്ള രോമം കൊണ്ടുണ്ടാക്കിയ മെത്തയിലായിരുന്നു ഉറങ്ങിയിരുന്നത്. അവനിപ്പോൾ എങ്ങനെയായിരിക്കും തറയിൽ കിടന്ന് അവൻ ഉറങ്ങുന്നത്? ഇതേപോലെ തന്നെ സുഖമായിട്ടുള്ള മെത്തകളിൽ ഉറങ്ങിയവരാണ് ഭീമനും അർജുനനും നകുലനും സഹദേവനും ദ്രൗപദിയും എല്ലാവരും. അവരൊക്കെ ഇപ്പോൾ കാട്ടിൽ കിടന്ന് ഉറങ്ങുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഇതിനൊക്കെ ഞാനും കൂടി കാരണക്കാരനാണല്ലോ എന്നുള്ള ഒരു വിഷമം എന്നെ ഭയങ്കരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ധർമ്മപുത്രരുടെ കാര്യത്തിൽ പേടിയൊന്നുമില്ല. അവനൊരിക്കലും ഒരു ദുഷ്ടപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അർജുനൻ ധർമ്മപുത്രർ പറഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കും. പക്ഷേ ഭീമൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും അതിയായിട്ടുള്ള പേടിയുണ്ട്. അവൻ ഉണ്ടായിട്ടുള്ള അപമാനങ്ങളൊക്കെ ഉള്ളിൽ തീക്കനൽ കത്തിക്കുന്നത് പോലെ ഉള്ളിലിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ എല്ലാ ദിവസവും കൈകൾ ഞെരിച്ചുകൊണ്ട് ദീർഘനിശ്വാസം വിട്ടുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ധർമ്മപുത്രരെ
ധർമ്മചിന്തയാൽ അവനെ തടയുന്നതുകൊണ്ട് മാത്രമാണ് അവൻ എൻ്റെ പുത്രന്മാരെയൊക്കെ ഇപ്പോഴും ജീവനോടെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നത്. അവനെ നല്ല രീതിയിൽ പേടിച്ചേ പറ്റുള്ളൂ. അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ മക്കൾക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല. അവനെ ഇങ്ങനെയുള്ള ഒരു പ്രതികാര ചിന്തയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് ഏത് സമയത്താണോ തോന്നിയത്, ഏതോ ഒരു പാപബുദ്ധി എന്നിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് അന്ന് ആ അധർമ്മ ചിന്തകൾക്കൊക്കെ ഞാൻ കൂട്ടു നിൽക്കേണ്ടി വന്നത്. ഇതിപ്പോൾ എൻ്റെ മക്കളുടെ മുഴുവനും നാശത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അന്ന് അവരുടെ ആ അധർമ്മത്തിന് കൂട്ടുനിന്നുകൊണ്ട്. മന്ദബുദ്ധികളായിട്ടുള്ള ശകുനിയും കർണനും ദുശാസനനും ചേർന്ന് എൻ്റെ മോനെ വഴിതെറ്റിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. തേനിൻ്റെ കൂടും നോക്കി മേളിലോട്ട് നോക്കി ഓടുന്ന തേൻകൊതിയർ താഴെയുള്ള കുഴി കാണാതെ വീഴുന്നത് പോലെയാണ് ഇവരുടെ അവസ്ഥ. ഇവർ മേളിലോട്ട് നോക്കി രാജ്യഭരണവും ഐശ്വര്യവും നോക്കി അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറകെയുള്ള ആപത്തിനെക്കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നതേയില്ല. എൻ്റെ മക്കളുടെ അവസ്ഥ വളരെ മോശമാകുന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം വീണ്ടും ധൃതരാഷ്ട്രർക്ക് പാണ്ഡവരെക്കുറിച്ചിട്ടുള്ള ചിന്തയുണ്ടെങ്കിലും അത് വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് തൻ്റെ മക്കളുടെ ആ ആപത്തിനെക്കുറിച്ചിട്ടുള്ള ചിന്തയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പാണ്ഡവരെ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കഴിഞ്ഞ് ഉപരിയായിട്ട് അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തൻ്റെ മക്കൾക്ക് ആപത്തുണ്ടാകും എന്നുള്ള ചിന്ത വീണ്ടും ധൃതരാഷ്ട്രരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭീമനോടൊപ്പം തന്നെ അർജുനൻ സ്വർഗ്ഗലോകത്ത് പോയിട്ട് ദിവ്യാസ്ത്രങ്ങളൊക്കെ നേടിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. സ്വർഗ്ഗലോകത്ത് പോയ ആരെങ്കിലും ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമോ? എൻ്റെ മക്കളെ കൊന്നൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് മാത്രമാണ് അവൻ ദിവ്യാസ്ത്രങ്ങളുമൊക്കെ നേടി ഗാന്ധീവവും നേടി വന്നിരിക്കുന്നത്. അപ്പോൾ ഭീമൻ്റെയും അർജുനൻ്റെയും പ്രതികാരാഗ്നിയിൽ നിന്ന് എൻ്റെ മക്കൾക്ക് രക്ഷ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ധൃതരാഷ്ട്ര രാജാവ് സഭയിലിരുന്നുകൊണ്ട് ഇതെല്ലാം പറഞ്ഞ ഇത് ശകുനി ഒളിച്ചിരുന്ന് കേട്ടു. അവൻ ഉടനെ തന്നെ അത് ചെന്നിട്ട് ദുര്യോധനൻ്റെയും കർണൻ്റെയും ദുശാസനൻ്റെയും അടുത്ത് ചെന്ന് വിശദമായിട്ട് അതെല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദുര്യോധനന് വീണ്ടും വിഷാദം വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. വീണ്ടും ഒരു ഭയം അവനെ കീഴടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് കർണൻ ദുര്യോധനന് വീണ്ടും ആത്മവിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തൻ്റെ ആത്മമിത്രത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. കർണൻ പറഞ്ഞു, ഭവാനെ, അങ്ങിപ്പോൾ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്നവനാണ്. ഈ ലോകത്തുള്ള മുഴുവൻ രാജാക്കന്മാരും യുധിഷ്ഠിരന് കപ്പം തന്നതുപോലെ അങ്ങേക്ക് കപ്പം തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങാണിപ്പോൾ ഈ ലോകത്തിൻ്റെ ചക്രവർത്തി. അങ്ങ് ബുദ്ധി കൊണ്ട് പാണ്ഡവരുടെ കയ്യിൽ നിന്നും അവരുടെ രാജ്യം മുഴുവനും നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ എന്തിനാണ് വിഷമിക്കുന്നത്? അങ്ങനെയും ചെയ്യേണ്ട ഒരു കാര്യം, അങ്ങിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൗഭാഗ്യം അത് പാണ്ഡവരുടെ മുമ്പിൽ ചെന്ന് പ്രദർശിപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കാട്ടിൽ കിടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അവർ അങ്ങ് ഈ ഐശ്വര്യത്തിൽ കഴിയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ കുറേ കൂടി വിഷമസ്ഥിതിയിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് ആ കാട്ടിലെത്തി അങ്ങയുടെ ഈ ഐശ്വര്യം മുഴുവനും അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണം. അവിടെ കാട്ടിൽ മാൻതോലും ഉടുത്ത് കഴിയുന്ന പാണ്ഡവരുടെ അടുത്തും മുഷിഞ്ഞ വസ്ത്രം ഉടുത്ത് നിൽക്കുന്ന ദ്രൗപദിയുടെ അടുത്തും രത്നങ്ങൾ നിർമ്മിതമായിട്ടുള്ള ആഭരണങ്ങളും ഈ പട്ടുവസ്ത്രവുമൊക്കെ ഉടുത്തുകൊണ്ട് അങ്ങ് പ്രൗഢിയോട് കൂടിയിട്ട് അങ്ങയുടെ സഹോദരങ്ങളോടൊപ്പം അവരുടെ മുമ്പിലൂടെ ചെല്ലണം. അത് കണ്ടു കഴിയുമ്പോൾ അസൂയ കൊണ്ട് അവരുടെ മനസ്സ് നീറും ഉള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് അങ്ങനെ അവരെ അതിഭയങ്കരമായിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ കാട്ടിലേക്ക് നമ്മളെല്ലാവരും കൂടി പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് കർണൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ദുര്യോധനന് ഭയങ്കര സന്തോഷമായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് നേരം മൗനമായിട്ടിരുന്നു. ആ സമയത്ത് ശകുനിയും ഇതിനെ ഭയങ്കരമായിട്ട് അനുകൂലിക്കുകയാണ് ചെയ്തത്. ശകുനിയും പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മളങ്ങനെ ചെന്ന് നമ്മളുടെ ഈ പ്രൗഢി അവരെ കാണിച്ചു കഴിഞ്ഞാൽ അവർ കുറേ കൂടി വിഷമത്തിലേക്ക് പോകും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ ആദ്യം ഒന്ന് സന്തോഷിച്ചെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് ദുര്യോധനൻ മൗനമായിട്ടിരുന്നതിന് ശേഷം പിന്നെയും വിഷാദത്തിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഒരു കാരണവശാലും കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നെ അനുവദിക്കുകയില്ല. കാരണം കാട്ടിൽ വെച്ചിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ പാണ്ഡവരെന്നെ വധിച്ചു കളയും എന്നാണ് അച്ഛൻ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടിലേക്ക് പോകാം എന്നുള്ളത് നമുക്കൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല. അച്ഛൻ്റെ അനുവാദമില്ലാതെ കാട്ടിലേക്ക് പോകുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ട് നമ്മൾ വെറുതെ തലപുകയ്ക്കേണ്ട ആവശ്യമില്ല കർണ എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ദുര്യോധനൻ വിഷമത്തോടു കൂടിയിട്ട് പറഞ്ഞു. ദൈതോന്യത്തിലേക്ക് ഈ സമയം പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള കാര്യം അച്ഛന് വ്യക്തമായിട്ട് അറിയാം. പാണ്ഡവർ അവിടെ ഉള്ള കാര്യവും അച്ഛന് അറിയാവുന്നതുകൊണ്ട് അച്ഛൻ ഒരു കാരണവശാലും ഒരു അപകടത്തിലേക്ക് എന്നെ തള്ളിവിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് അവരിവിടുന്ന് പോകുന്നതിന് മുമ്പ് ഭീമൻ നടത്തിയ പ്രതിജ്ഞകളെക്കുറിച്ചിട്ടൊക്കെ നിങ്ങളെല്ലാവരും കേട്ടതല്ലേ? ആ ഒരു പേടി അച്ഛൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കർണ, നമുക്ക് ആ ഒരു പദ്ധതി ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് നിരാശയോട് കൂടിയിട്ട് ദുര്യോധനൻ വീണ്ടും പറഞ്ഞു. എന്നാലും കാട്ടിലേക്ക് ചെന്നിട്ട് പാണ്ഡവരെ അവരുടെ വിഷമസ്ഥിതിയിൽ കണ്ടു കഴിഞ്ഞാൽ
എനിക്ക് വീണ്ടും സന്തോഷമാകും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ. കർണ, ദുശാസന, അമ്മാവ, നിങ്ങൾ 3 പേരും കൂടി പോയിട്ട് ഇന്ന് രാത്രി എന്തെങ്കിലും ഒരു ഉപായം ആലോചിക്കൂ. ആലോചിച്ചതിന് ശേഷം അച്ഛൻ്റെയും ഭീഷ്മപിതാമഹൻ്റെയും ഒക്കെ അനുവാദത്തോടു കൂടിയിട്ട് മാത്രമേ നമുക്ക് കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വിഷണ്ണനായിട്ടുള്ള ദുര്യോധനൻ ഉറക്കമില്ലാത്ത ഒരു രാത്രിയുമായി അന്തഃപുരത്തിൽ കഴിഞ്ഞുകൂടി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കർണനും ശകുനിയും ദുശാസനും കൂടി ദുര്യോധനെ കാണാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നു. കർണൻ ദുര്യോധനോട് പറഞ്ഞു, ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് പ്രിയമിത്രമേ. നമുക്കവിടെയുള്ള ഘോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോശാലകൾ എന്നാണ് അർത്ഥം. അതെല്ലാം പരിശോധിക്കേണ്ടത് ഒരു രാജാവിൻ്റെ കടമയാണ്. അതുകൊണ്ട് നമുക്കൊരു ഘോഷയാത്ര, ഗോശാലയിലേക്കുള്ള യാത്ര നമുക്ക് നടത്താം. അത് വേണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കില്ല. ഗോശാലകളെല്ലാം ഉള്ളത് കാമ്യകവനത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അവിടേക്ക് യാത്രയാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആരും തടസ്സം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് കർണൻ ദുര്യോധനൻ്റെ അടുത്ത് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ദുര്യോധനന് ഭയങ്കര സന്തോഷമായി. അതോടൊപ്പം തന്നെ ദുശാസനും ശകുനിയും ഇതിനെ അനുകൂലിക്കുകയും ചെയ്തു. അങ്ങനെ ഘോഷയാത്ര, അതായത് ഗോശാലയിലേക്കുള്ള ഒരു യാത്ര എന്നുള്ള രീതിയിൽ പാണ്ഡവരുടെ മുമ്പിൽ ചെന്നിട്ട് പ്രൗഢി കാണിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇവരെ എത്തി. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ജനമേജയ അങ്ങനെ അവരുടെ ഗൂഢാലോചന പ്രകാരം അവരെല്ലാവരും കൂടെ ചെന്നിട്ട് ധൃതരാഷ്ട്രരെ ചെന്നിട്ട് കണ്ടു. അതിനുശേഷം ഈ പശുക്കളെ കാണാൻ പോകുന്ന കാര്യവും അവയെ എണ്ണ തിട്ടപ്പെടുത്തി അവയ്ക്ക് മുദ്ര വെക്കേണ്ടതുമൊക്കെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ വേട്ടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. മൃഗാവിനോദം എന്ന് പറയുന്നത് രാജാക്കന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് രാജാവായിട്ടുള്ള അങ്ങ് ഞങ്ങളെ ഈ ഘോഷയാത്രയ്ക്ക് പോകാനും അതിനോടൊപ്പം തന്നെ വേട്ടയ്ക്ക് പോകാനും വേണ്ടിയിട്ട് അനുവാദം തരണമെന്ന് വളരെ വിനീതമായിട്ട് ധൃതരാഷ്ട്രരുടെ അടുത്ത് നിന്നിട്ട് അപേക്ഷിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, മകനെ, ഈ ഗോക്കളെ പരിശോധിക്കാൻ പോകുന്നത് നായാട്ടും ഒക്കെ രാജാക്കന്മാർക്ക് ചേർന്നത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ കാമ്യകവനത്തിലേക്ക് അതിനു വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവിടെ പാണ്ഡവർ വസിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പാണ്ഡവരുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വളരെയധികം ആശങ്കയുണ്ട്. അവിടെ നിങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഭീമനും അർജുനുമൊക്കെ ഇരിക്കുന്നുണ്ട്. യുധിഷ്ഠിരനെ എനിക്ക് പേടിയില്ല, അവൻ ധർമ്മത്തിൽ മാത്രമേ ഉറച്ചു നിൽക്കുകയുള്ളൂ. പക്ഷേ അവൻ്റെ വാക്കിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഭീമനും അർജുനും നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതിയായിട്ടുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പാണ്ഡവർ താമസിക്കുന്ന ആ പ്രദേശത്തേക്ക് പോകരുത്. ഇത് ഞാനൊരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ മണ്ടൻ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു സാഹസത്തിന് ഒരുങ്ങരുത്. ധൃതരാഷ്ട്രർ വീണ്ടും തുടരുകയാണ്. നിങ്ങൾ സൈന്യബലത്തോടു കൂടിയിട്ട് കാട്ടിൽ ചെന്നിട്ട് അവരെ വധിക്കാം എന്നുള്ള ഒരു തീരുമാനവും എടുത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ അത് നടപ്പുള്ള കാര്യമല്ല എന്ന് നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് തരികയാണ്. കാരണം അർജുനൻ ഇപ്പോൾ അവിടെ ദിവ്യാസ്ത്രങ്ങളൊക്കെ നേടി സ്വർഗത്തിൽ നിന്ന് എത്തിയിട്ടുണ്ട്. നിങ്ങൾ എത്ര വലിയ പടയുമായിട്ട് പോയാലും അവരെ കീഴടക്കാൻ വേണ്ടിയിട്ടാവില്ല. തന്നെയല്ല, നിങ്ങളുടെ മുഴുവൻ നാശത്തിന് അത് കാരണമാവുകയും ചെയ്യും. കാട്ടിലൂടെ അലഞ്ഞ് അവരുടെ ധർമ്മ ചിന്തയൊക്കെ ഒരുപക്ഷെ ക്ഷയിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവരെ അടങ്ങിയിരിക്കുന്ന എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. അതല്ല, ഇനി അവരെ ഉപായത്തിൽ സൗഹൃദത്തിലാക്കാമെന്ന് വിചാരിച്ചാലും നിങ്ങൾ അവരെ വിശ്വസിക്കരുത്. കാരണം പക മൂലം അവർക്ക് ധർമ്മചിന്ത പഴയ പോലെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് സൗഹൃദത്തിലായാലും യുദ്ധത്തിനായാലും നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകുന്നത് അങ്ങേയറ്റം ആപൽക്കരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഭടന്മാരെയും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ കൂറുമാറില്ല എന്ന് നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അങ്ങനെ പല വിധത്തിലുള്ള ആശങ്കകൾ ധൃതരാഷ്ട്രരെ ഇവരോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും പോകണ്ട. പ്രത്യേകിച്ച് ദുര്യോധനൻ പശുക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള വിശ്വസ്തന്മാരായിട്ടുള്ള ഭടന്മാരെ അയച്ച് ആ ഗോക്കളുടെ എണ്ണം എടുക്കുകയും അവയ്ക്ക് മുദ്രണം ചെയ്യുകയും ആയിരിക്കും നല്ലത്. ആ സമയത്ത് ശകുനി ധൃതരാഷ്ട്രരോട് പറഞ്ഞു, അങ്ങ് ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാനും കർണനും ദുശാസനും ദുര്യോധനോടൊപ്പം പോകുന്നുണ്ട്. ഞങ്ങൾ പാണ്ഡവരുള്ള ആ ഭാഗത്തേക്ക് പോകാൻ തീരുമാനിച്ചിട്ടേയില്ല. അതോടൊപ്പം തന്നെ നായാട്ട് നടത്തണമെന്നും ഗോരക്ഷ നടത്തണമെന്നും ഞങ്ങൾക്ക് അതിയായിട്ടുള്ള ആഗ്രഹവുമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് ദയവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കണം. പാണ്ഡവരുള്ള ദിക്കിലേക്ക് ഞാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളാം. അപ്പോൾ ശകുനി പ്രകാരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശകുനിയുടെ വാക്കിൽ പതിവ് പോലെ തന്നെ ധൃതരാഷ്ട്രർ വിശ്വസിച്ചു. അങ്ങനെ അവർക്ക് ഘോഷയാത്ര നടത്താൻ വേണ്ടിയിട്ടുള്ള അനുവാദം രാജാവായിട്ടുള്ള ധൃതരാഷ്ട്രർ നൽകി. വൈശമ്പായനൻ തൻ്റെ കഥ തുടരുകയാണ്. കൗരവർ അതിശക്തമായിട്ടുള്ള സൈന്യബലത്തോടു കൂടിയിട്ട് 10,000-കണക്കിന് ഭടന്മാരോടും 1000-കണക്കിന് ആനകളോടും 1000-കണക്കിന് തേരുകളോടും 1000-കണക്കിന് കുതിരകളും ഒക്കെ അടങ്ങിയ വലിയ സൈന്യത്തോടും അതോടൊപ്പം തന്നെ 10,000-കണക്കിന് സ്ത്രീകളോടും പരിചാരകരോടുമൊക്കെ ഒത്ത് വലിയ ഒരു
ഘോഷയാത്രയാണ് ആ കാമികവനത്തിൻ്റെ അടുത്തേക്ക് പോയത്. കാമികവനത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞപ്പോൾ അവർ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചില്ല. ആ വനത്തിന് സമീപത്തായി അവരെ കൂടാരങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവിടെയുള്ള കൗരവ പ്രമുഖന്മാർക്കെല്ലാം പ്രത്യേകം കൂടാരങ്ങൾ അവരവിടെ പണിയിച്ചു. അവിടെ ഒരു വലിയ ഉത്സവം നടക്കുന്ന ഒരു സ്ഥലം പോലെ ആയിത്തീർന്നു. ആ സമയത്ത് ഗോപാലകന്മാർ പശുക്കളുമായിട്ട് വന്നിട്ട് രാജാവിനെ മുഖം കാണിച്ചു. 10,000 പശുക്കളുണ്ടായിരുന്നു. അവനെയൊക്കെ വേണ്ട രീതിയിൽ ദുര്യോധനത്തെ നേതൃത്വത്തിൽ മുദ്രണം ചെയ്തിട്ട് പല രീതിയിലുള്ള ഗോക്കളെ അവരെ വേർതിരിച്ച് നിർത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. തൻ്റെ അധീനതയിലുള്ള ഗോപാലന്മാരെ എല്ലാവരെയും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് രാജാവായിട്ടുള്ള ദുര്യോധനൻ അവരോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. അതിനുശേഷം അവരെ പല വിധത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനാവശ്യമായിട്ടുള്ള എല്ലാ കലാകാരന്മാരെയും നർത്തകിമാരെയും ഗായകരെയും ഒക്കെ അവർ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം അവർ അവിടെ നായാട്ട് ആരംഭിച്ചു. നായാട്ടിൽ അവരെ വനത്തെ മുഴുവനും ഇളക്കിമറിച്ച് ധാരാളം മൃഗങ്ങളെ കൊല്ലുകയും മാംസം ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ധാരാളം മൃഗങ്ങളെ ജീവനോടെ പിടിച്ചുകൊണ്ട് വരികയും കൊന്നുകൊണ്ടുവരികയും ഒക്കെ ചെയ്തു. അവർ വലിയൊരു ആഘോഷമായിട്ട് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരവിടെ ഒരു സരസ് കണ്ടു, ഒരു വലിയ തടാകം കണ്ടു. ആ തടാകത്തിൽ ക്രീഡാഗ്രഹങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടും അവിടെ തൻ്റെ ഭാര്യമാരോടും കൂട്ടത്തിലുള്ള സ്ത്രീകളോടുമൊക്കെയായിട്ട് ക്രീഡകളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഭൃത്യന്മാരോട് ദുര്യോധനൻ ആജ്ഞ കൊടുത്തു. പക്ഷേ ഇതേ സമയം തന്നെ യുധിഷ്ഠിരൻ തങ്ങൾ താമസിച്ചിരുന്ന ആ സ്ഥലത്ത് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന രീതിയിലുള്ള ഒരു മഹായജ്ഞം കാട്ടിലെ വസ്തുക്കൾ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ദിവസം തന്നെയാണ് കൗരവർക്ക് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ഭൃത്യന്മാർ അവിടെ ചെന്ന സമയത്ത് ഗന്ധർവന്മാർ അവിടെ അപ്സര സ്ത്രീകളുമൊത്ത് ക്രീഡ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചിത്രസേനൻ എന്ന് പറയുന്ന ഗന്ധർവ രാജാവിൻ്റെ കീഴിലുള്ള ഗന്ധർവന്മാരായിരുന്നു അവിടെ സരസ് കൈയടക്കി വെച്ചിരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭൃത്യന്മാർ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ രാജാവായിട്ടുള്ള ദുര്യോധനൻ ക്രീഡയ്ക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളിവിടുന്ന് ഒഴിഞ്ഞ് തരണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പുച്ഛത്തോട് കൂടിയിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾ ഗന്ധർവന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ്, മനുഷ്യർക്ക് ഇവിടെ പ്രവേശിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ രാജാവിനോട് പോയി വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കിക്കോളാം പറയാൻ പറഞ്ഞു. ഭൃത്യന്മാർ ഇതേപോലെ തന്നെ ദുര്യോധനാദികളുടെ അടുത്ത് നിന്നിട്ട് വിവരങ്ങളൊക്കെ അറിയിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദുര്യോധന അതിയായിട്ടുള്ള കോപം വന്നു. അങ്ങനെ തന്നെ ഭൃത്യന്മാരോട് അവരെല്ലാം അവിടുന്ന് അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് ആജ്ഞാപിച്ചു. ദുര്യോധനൻ്റെ യോദ്ധാക്കളെല്ലാവരും കൂടി അവിടെ ചെന്നിട്ട് ദുര്യോധനൻ്റെ ആജ്ഞ അറിയിച്ചു, നിങ്ങൾ ഇവിടം വിട്ട് പോയില്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും ഞങ്ങൾക്ക് ഇവിടുന്ന് പ്രഹരിച്ച് ഓടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗന്ധർവന്മാർ വലിയ പൊട്ടിച്ചിരിയോട് കൂടിയിട്ട് പറഞ്ഞു, ഞങ്ങളോട് മനുഷ്യർ ആജ്ഞാപിക്കാനോ? നിങ്ങളുടെ രാജാവായിട്ടുള്ള ദുര്യോധനൻ ഒരു മന്ദബുദ്ധി മരമണ്ടനുമാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞു. കേട്ട് കഴിഞ്ഞപ്പോൾ സംഗതി പന്തിയല്ല എന്ന് മനസ്സിലായ ആ ഭൃത്യർ അവർ ദുര്യോധനാദികളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് അവർ വഴങ്ങുന്നില്ല, അവർ ഞങ്ങളെ പ്രഹരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. കേട്ട് കഴിഞ്ഞപ്പോൾ ദുര്യോധന അതിയായിട്ടുള്ള കോപം വന്നു. അവനെ ആ ഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി അവരെ എല്ലാവരും അവിടുന്ന് അടിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ദുര്യോധനൻ തൻ്റെ വാക്ക് കേൾക്കാത്ത ഗന്ധർവന്മാരെ എല്ലാവരെയും ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഭൃത്യന്മാരെ വലിയൊരു സൈന്യത്തിൻ്റെ ബലത്തോടു കൂടിയിട്ട് അവിടേക്ക് പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഈ ഗന്ധർവന്മാരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ തങ്ങൾ തിരിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ട് ഗന്ധർവന്മാർ തങ്ങളുടെ രാജാവായിട്ടുള്ള ചിത്രസേനൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ദുര്യോധനൻ എന്ന് പറയുന്ന ഒരു രാജാവ് വന്നിട്ട് ഞങ്ങളോട് ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് പറയുന്നത്, അതുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് അങ്ങ് പറയണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ അതിബലവാനായിട്ടുള്ള ചിത്രസേനൻ അതിയായിട്ടുള്ള കോപം വന്നു. അവൻ പറഞ്ഞു, ഈ വിഡ്ഢികളെ നിങ്ങളൊരാളും കൂടി ഒരു പാഠം പഠിപ്പിക്കണം, നിങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം പ്രഹരിച്ച് അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ഞാൻ തരിക എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് യുദ്ധസന്നാഹത്തോടു കൂടിയിട്ട് ഗന്ധർവന്മാർ വന്നിട്ട് ദുര്യോധനൻ്റെ സൈന്യത്തിൽ ഉള്ളവരെയൊക്കെ മർദ്ദിച്ച് അവശരാക്കാനും വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് കർണൻ വലിയൊരു സൈന്യത്തോടു കൂടിയിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഭടന്മാരെയൊക്കെ അടിച്ചോടിച്ചെങ്കിലും കർണൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആ ഗന്ധർവന്മാരെ അരിഞ്ഞു വീഴ്ത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. കർണൻ്റെ ശസ്ത്രപ്രയോഗം താങ്ങാനാവാതെ ഗന്ധർവന്മാരെല്ലാവരും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷേ വർദ്ധിച്ച വീര്യത്തോടു കൂടിയിട്ട് അവർ വീണ്ടും കർണൻ നേരെ തിരിഞ്ഞു. ദുര്യോധനും ദുശാസനും ശകുനിയും അവർ സഹോദരങ്ങളെല്ലാവരും കൂടി വലിയൊരു സേനയുമായിട്ട് വന്നിട്ട് കർണനെ സഹായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർ ശക്തമായിട്ടുള്ള ആയുധപ്രയോഗം ഈ ഗന്ധർവന്മാർക്ക് വരെ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അതിഭയങ്കരമായിട്ടുള്ളൊരു യുദ്ധമാണ് കാട്ടിൽ വെച്ചിട്ട് അരങ്ങേറിയത്.
ഒരു സമയം എത്തിയപ്പോഴേ ഗന്ധർവസേന തോൽക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. ഗന്ധർവസേന പിന്മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അവരുടെ എണ്ണം ഗണ്യമായിട്ട് കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് കണ്ട ചിത്രസേനൻ വർദ്ധിത വീര്യത്തോടു കൂടിയിട്ട് അവിടെ എത്തുകയും ആ സേനയുടെ മുഴുവനും നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. അതീവ ബലവാനായിട്ടുള്ള ചിത്രസേനൻ തൻ്റെ മായികമായിട്ടുള്ള ഒരു യുദ്ധം അവിടെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് ഓരോ കൗരവഭടൻ്റെയും മുമ്പിൽ 30 വീതം ഗന്ധർവഭടന്മാർ വന്നിട്ട് അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവരെ എല്ലാവരും കൊന്നു വീഴ്ത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷേ കർണൻ മാത്രം നിന്നിടത്തൊന്നും അനങ്ങിയില്ല. കർണനെ ആ സമയത്ത് അനേകായിരം ഗന്ധർവന്മാർ വന്ന് പല വിധത്തിലുള്ള അസ്ത്രങ്ങൾ കൊണ്ട് കീഴടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. കർണൻ കുറേ സമയം ഇവരുമായിട്ട് യുദ്ധം ചെയ്ത് നിന്നെങ്കിലും അവസാനം ഗന്ധർവന്മാർ ആയിരങ്ങൾ വന്നിട്ട് കർണൻ്റെ രഥത്തിനെ മൂടി രഥത്തിനെ ചിഹ്ന ഭിന്നമാക്കി കളഞ്ഞു. ഗത്യന്തരമില്ലാതെ കർണനെ പരിചയം പാളും എടുത്തുകൊണ്ട് അവിടുന്ന് ചാടി രക്ഷപ്പെട്ടിട്ട് വികർണൻ്റെ രഥത്തിൽ കയറി ആ യുദ്ധസ്ഥലത്ത് നിന്ന് കർണനെ പലായനം ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ദുര്യോധനും ദുശാസനും ശകുനിക്കും ഒക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ശകുനിയും ദുശാസനും ഒക്കെ അവിടെ നിന്ന് വന്നാലും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ദുര്യോധൻ ഒരടി പോലും പുറകോട്ട് നിൽക്കാതെ അതിയായിട്ടുള്ള ശക്തമായിട്ടുള്ള ആയുധങ്ങൾ ഈ ഗന്ധർവന്മാർക്ക് മേലെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവിടെയും ചിത്രസേനൻ വന്നിട്ട് മായാപ്രയോഗം നടത്തിയിട്ട് ദുര്യോധനൻ്റെ രഥത്തിനെ ഈ ഗന്ധർവ സൈനാനികൾ വന്നിട്ട് മൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി. 10,000 ആൾക്കാർ വന്നിട്ട് ഈ രഥത്തിനെ മൂടാൻ വേണ്ടി തുടങ്ങി. രഥമെല്ലാം ചിഹ്ന ഭിന്നമായി പോയി. ആ സമയത്ത് ദുര്യോധനെ ചിത്രസേനൻ്റെ നേതൃത്വത്തിൽ വന്നിട്ട് കയ്യും കാലും ബന്ധിച്ച് അവർ പിടിച്ചുകൊണ്ട് പോയി. അതോടൊപ്പം തന്നെ ദുശാസനെയും ശകുനിയെയും ഒക്കെ അവർ ബന്ധിച്ചു. ദുശാസനെയും ശകുനിയും ഒക്കെ കീഴടക്കി അവരെ കാലും കൈയും കെട്ടി ബന്ധിച്ചു. അതോടൊപ്പം തന്നെ കൗരവരുടെ പത്നിമാരായിട്ടുള്ള സ്ത്രീകളെ എല്ലാവരെയും ഗന്ധർവന്മാർ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ കൂട്ടത്തിലുണ്ടായ തങ്ങളുടെ നേതാക്കളെ എല്ലാവരും നഷ്ടപ്പെട്ട സമയത്ത് ദുര്യോധൻ്റെ സേനാനികളെല്ലാവരും കൂടി ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിലൊരു കൂട്ടർ പാണ്ഡവരുടെ അടുത്തേക്കാണ് ചെന്നെത്തിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ പാണ്ഡവരുടെ അടുത്ത് അവരെ സങ്കടം ബോധിപ്പിച്ചു. നിങ്ങൾ ഇവിടെ ഗോരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്ന ഞങ്ങളെ ഗന്ധർവന്മാർ ആക്രമിച്ചു. ഞങ്ങൾക്കിനി ആരും രക്ഷകരായിട്ടില്ല. നിങ്ങളുടെ സഹോദരന്മാരെ എല്ലാവരും പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ദയവേത് അവരെ രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ഭീമസേനൻ സിംഹഗർജനം പോലെ അവർ പറഞ്ഞു, നിങ്ങൾ ഗോപാലത്തിനൊന്നും അല്ല ഇവിടെ വന്നതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങളുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഗന്ധർവന്മാർ അവരെ തടവിലാക്കുകയോ വധിക്കുകയോ ചെയ്യട്ടെ. അവർ ചെയ്ത അന്യായങ്ങൾക്കൊക്കെ ഇവിടെ ചോദിക്കാൻ ആളുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. നിങ്ങളിവിടെ ആരും സഹായിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഗന്ധർവന്മാർ ചെയ്തു എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭൃത്യന്മാരെ എല്ലാവരും കൂടെ അവിടുന്ന് അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് ഭീമൻ ശ്രമിച്ചു. ആ സമയത്ത് യുധിഷ്ഠിരൻ ഭീമനെ വിളിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.